ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ ചന്ദ്രബോസ് സുസ്മിതയോട് പറഞ്ഞു, ഇത്രയും നാളും കളക്ടറുടെ ആ ചെയറിൽ ജോൺ അബ്രഹാം ഉണ്ടായിരുന്നത് കൊണ്ട് നമുക്ക് പേടിക്കേണ്ട കാര്യമുണ്ടായിരുന്നില്ല. എന്നാൽ നാളെ മുതൽ പുതിയ കളക്ടർ ചാർജ് എടുക്കുകയാണ്. അത് കേട്ടതോടെ സുസ്മിത ചോദിച്ചു, അതിനിപ്പോ ഞാൻ എന്താ ചെയ്യേണ്ടത് ചിറ്റപ്പ? ആ ചോദ്യം കേട്ടതും ഉടനെ തന്നെ സുസ്മിതയോട് ചന്ദ്രബോസ് ദേഷ്യപ്പെട്ടു. എനിക്കെല്ലാം ഇങ്ങനെ സ്പൂണിനകത്തൂടെ തരുന്ന പോലെ പറയാൻ കഴിയില്ല എന്ന് പറഞ്ഞതും സ്പൂണിൽ കോരി വെച്ച് തരാൻ കഴിയത്തില്ല എന്ന് ചന്ദ്രബോസ് ദേഷ്യപ്പെട്ടപ്പോ ഉടനെ സുസ്മിത പറഞ്ഞു, ഓ എനിക്ക് മനസ്സിലായി ചിറ്റപ്പ, ഞാൻ എന്താ ചെയ്യേണ്ടത്? അപ്പോഴേക്കും ചന്ദ്രബോസ് പറഞ്ഞു, നാളെ ഒരു ഗംഭീരമായ ഒരു സ്വീകരണം ആ പുതിയ കളക്ടർക്ക് വേണ്ടി നമ്മൾ ഒരുക്കണം. നാളത്തെ ദിവസം അയാളെ ഞെട്ടിക്കണം. അയാള് ഒരു കാരണവശാലും നമ്മളെ അനുകൂലിക്കാതെ മാറി നിൽക്കരുത്. അതുപോലെയായിരിക്കണം അദ്ദേഹത്തെ സ്വീകരിക്കേണ്ടത് എന്നറിയിച്ചു. അത് കേട്ടതും സുസ്മിത പറഞ്ഞു, ഞാൻ റെഡിയാ ചിറ്റപ്പ, നാളെ കാണാം എന്ന് പറഞ്ഞ് സുസ്മിത ഫോൺ വെച്ചതും ചന്ദ്രബോസ് ആലോചിച്ചു, ഇതിനൊക്കെ പിന്നിൽ ഇനി അവൾ തന്നെയായിരിക്കുമോ? ഇതിന്റെ എല്ലാത്തിനും പിന്നിലെ ആ മാസ്റ്റർ ബ്രെയിൻ ഇനിയും ആ ജോൺ അബ്രഹാമിനെ അഴിമതി കേസിൽ പുറത്താക്കിയതിന് പിന്നിൽ അവളുടെ ബുദ്ധി തന്നെയായിരിക്കുമോ എന്ന് സംശയത്തോടെ ചന്ദ്രബോസ് ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോ പെട്ടെന്ന് ചന്ദ്രബോസ് തന്നെ സ്വയം അതിന് ഉത്തരം കണ്ടെത്തി. ആയിരിക്കാൻ ഒരിക്കലും വഴിയില്ല. കാരണം അവളിപ്പോ ഈ കഥയിലേ ഇല്ലല്ലോ. ആ കഥാപാത്രത്തെ ജനങ്ങൾ മറന്നു കഴിഞ്ഞു. അപ്പൊ പിന്നെ അവൾ ഒരിക്കലും ആവില്ല എന്ന ആശ്വാസത്തിൽ ചന്ദ്രബോസ് മടങ്ങി. അതിനുശേഷം പിറ്റേന്ന് രാവിലെ കളക്ടറേറ്റിൽ ഷാലിനി പുതിയ കളക്ടറെ സ്വീകരിക്കുന്നതിന് വേണ്ടി സുസ്മിതയും ചന്ദ്രബോസും അവിടേക്ക് എത്തിക്കഴിഞ്ഞു. അവർ അങ്ങനെ കാത്തു നിൽക്കുമ്പോ കളക്ടറേറ്റിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ശാലിനി തന്റെ പുതിയ പദവിയിലേക്ക് താൻ ഇനി അടുത്തത് തന്റെ സേവനം ഏത് നാടിനാണ് ആവശ്യമെന്ന് മുൻകൂട്ടി കണ്ടെത്തിയതുപോലെ കൃത്യമായി തന്നെ ഇപ്പോ തന്റെ ജന്മനാടിനാണ് തന്റെ ആവശ്യമെന്ന് തിരിച്ചറിഞ്ഞ ശാലിനി അവിടേക്ക് വന്നുകൊണ്ടിരുന്നു. ഈ സമയത്ത് സുസ്മിത ചന്ദ്രബോസിനോട് ചോദിച്ചു, ചിറ്റപ്പ, ഈ ജോൺ അബ്രഹാമിനെ പോലെ വല്ല വിഷവും ഉള്ള ജന്തു ആയിരിക്കുവോ, വിഷപ്പലുള്ള ആളായിരിക്കുവോ ഇനി വരാൻ പോകുന്നത്? അറിയാവല്ലോ, ആ ജോൺ അബ്രഹാമിനെ നമ്മുടെ വരുതിയിലാക്കാൻ എത്രയൊക്കെ പൊടിക്കേണ്ടി വന്നുവെന്ന്. അത് കേട്ടതും ചന്ദ്രബോസ് പറഞ്ഞു, എടി മോളെ, ഈ വരുന്നത് എത്ര വിഷമുള്ള ഇനമാണെങ്കിലും ശരി, ആ വിഷപ്പിൽ നമ്മൾ ഇങ്ങ് ഊരിയെടുക്കില്ലേ? പണം കണ്ടാൽ ആരാ വീഴാത്തത് എന്ന് ചന്ദ്രബോസ് സുസ്മിതയോട് അറിയിച്ചു. ഇതെല്ലാം കേട്ടുകൊണ്ട് അപ്പുറത്ത് മാറി പുഞ്ചിരിയോടെ നിൽക്കുകയാണ് ജഗതി. അപ്പോഴേക്കും ശാലിനി കളക്ടറേറ്റിലേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോ സുസ്മിത ശാലിനിയെ സ്വീകരിക്കാൻ, പ്രത്യേകിച്ച് പുതിയ കളക്ടർ ആരാണെന്ന് അറിയാത്ത സ്ഥിതിക്ക് ആ കളക്ടറെ സ്വീകരിക്കാനായി ചന്ദ്രബോസ് ബൊക്കെയും സുസ്മിത കയ്യിൽ പൂമാലയുമായി അവിടെ കാത്തു നിൽക്കുന്നു. അവസാനം കുറെ നേരമായിട്ട് നിന്നിട്ട് കാണാതായതോടെ സുസ്മിത ആകെ വിഷമത്തോടെ ചന്ദ്രബോസിനോട് ചോദിച്ചു, അല്ല ചിറ്റപ്പ, എത്ര നേരമായി നമ്മൾ ഇവിടെ ഇങ്ങനെ കാത്തു നിൽക്കുന്നു, കാണുന്നില്ലല്ലോ എന്നിങ്ങനെ പറഞ്ഞപ്പോ അവിടെ നിന്ന് ജഗദീപിനെ സുസ്മിതയെ ഒന്ന് നോക്കി. ജഗദീപം വലിയ ആവേശത്തിൽ പുതിയ കളക്ടറെ സ്വീകരിക്കാൻ എങ്ങനെ കാത്തു നിൽക്കുന്ന കണ്ടതോടെ വേഗം സുസ്മിത ചിറ്റപ്പൻ അരികിലേക്ക് എന്നിട്ട് പറഞ്ഞു, അതെ ചിറ്റപ്പ, ഒന്നിങ്ങി വന്നേ. പെട്ടെന്ന് ചന്ദ്രബോസിനെ മാറ്റി നിർത്തിയിട്ട് സുസ്മിത ചോദിച്ചു, അല്ല ചിറ്റപ്പ, നമ്മള് ആ ജോൺ അബ്രഹാമിന് കൊടുത്ത ആ കാശിന്റെ കാര്യം എന്ന് ചോദിച്ചതും പെട്ടെന്ന് കേട്ടുന്ന ജഗദീപ് വിളിച്ചു പറഞ്ഞു, ഗോവിന്ദ, ഗോവിന്ദ, ഞാനേ ഗോവിന്ദനെ വിളിച്ചതാ എന്ന് ജഗതി പറഞ്ഞ് സുസ്മിതയെ നോക്കി. രണ്ടുപേരും കൂടി ചന്ദ്രബോസും ജഗദീപിനെ നോക്കുന്നത് കണ്ട് സുസ്മിത തന്നെ നോക്കിയത് എന്തർത്ഥത്തിലാണെന്ന് മനസ്സിലാക്കിയതോടെ ജഗദീപൻ പെട്ടെന്ന് വിഷയം മാറ്റി. അപ്പോഴേക്കും ചന്ദ്രബോസ് പറഞ്ഞു, ഇനിയെങ്കിലും നിനക്ക് ഇവനെ ഒന്ന് മാറ്റിക്കൂടെ? ഇവനെ നീ എന്തിനാ ഇങ്ങനെ ചുമന്നോട് നടക്കുന്നത് എന്ന് സുസ്മിതയോട് ചന്ദ്രബോസ് ചോദിച്ചു. അപ്പോഴേക്കും സുസ്മിത പറഞ്ഞു, എന്റെ ചിറ്റപ്പ, ഞാൻ ആഗ്രഹിച്ചിട്ടൊന്നും അല്ലല്ലോ എനിക്ക് ഇങ്ങനെ ഈ മനുഷ്യനെ തലയിൽ ചുമന്നുകൊണ്ട് നടക്കേണ്ടി വരുന്നത്. അറിയാമല്ലോ, കഴിഞ്ഞ ദിവസം ഞാനൊന്ന് മാറിയ സമയത്ത് ഇയാൾ എന്താ ചെയ്തതെന്നറിയാവോ? കുറെ ആളുകൾ എനിക്ക് തിരുത്തരെ എന്നെ ഫോണിൽ വിളിച്ചുകൊണ്ടിരുന്നു. എന്നോട് ചോദിച്ച് ആ സ്റ്റാച്യു ജംഗ്ഷൻ അടുത്തുള്ള സ്ഥലത്തിന്റെ വിൽപ്പനയെ കുറിച്ച്. ഞാൻ ആകെ ഞെട്ടിപ്പോയി. അവിടെ നമ്മൾക്ക് സ്ഥലമൊന്നും ഇല്ലല്ലോ ചിറ്റപ്പ. ഇയാള് ഫേസ്ബുക്കിലും മറ്റുമൊക്കെ ആയിട്ട് എന്റെ ഫോട്ടോയും വെച്ച് സ്ഥലം മേയറാണെന്നുള്ള അധികാരത്തിൽ ഇയാൾ ആ സ്ഥലം വിൽപ്പനയ്ക്കെന്ന് പറഞ്ഞിട്ടിരിക്കുകയായിരുന്നു. ഉടനെ ചന്ദ്രബോസ് ചോദിച്ചു, അല്ല, കണ്ണായ സ്ഥലം, സർക്കാരിന് യാതൊരു നോട്ടവും എത്താത്ത സ്ഥലം എന്നൊക്കെ പറഞ്ഞ്, ആർക്കും അവകാശമില്ലാത്ത, ആരും അധികാരം പറയാത്ത സ്ഥലം എന്നൊക്കെ പറഞ്ഞാണ് ഇയാള് അങ്ങനെ പറഞ്ഞത്. ആളുകൾ അങ്ങനെ വിളിച്ചു ചോദിക്കുന്നത് കേട്ട് ഞാൻ ഇയാളോട് ചോദിച്ചപ്പം എന്നോട് പറഞ്ഞത്, അതെ, ആരും നോക്കാത്ത സ്ഥലമല്ലേ, ആരും ശ്രദ്ധിക്കാത്ത സ്ഥലം, അതുകൊണ്ട് അതിന്റെ അഡ്രസ്സും മറ്റു കാര്യങ്ങളും നമ്മുടെ രേഖയിലേക്ക് ആക്കിയ നമ്മുടെ പേരിൽ ആ സ്ഥലം മാറ്റിയെടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് മറിച്ചു നിൽക്കുന്ന കുഴപ്പമില്ലല്ലോ എന്നാണ് ഇയാളുടെ ചോദ്യം. അത് കേട്ടോടനെ ചന്ദ്രബോസ് ചോദിച്ചു, മോളെ, അങ്ങനെ സ്റ്റാച്യു ജംഗ്ഷനിൽ കണ്ണായ സ്ഥലത്ത് അങ്ങനെ സ്ഥലം ഉണ്ടെങ്കിൽ, അത് ആരുടെയും നോട്ടം ഇല്ലാത്ത സ്ഥലമാണെങ്കിൽ അത് നമ്മുടെ പേരിലാക്കാൻ എന്താ പ്രശ്നം?
ആർക്കും അവകാശമില്ലാത്തതാണെങ്കിൽ, ആരുടെയും പേരിലല്ലാത്ത സ്ഥലമാണെങ്കിൽ പിന്നെന്താ മോളെ പ്രശ്നം? അത് നമ്മുടെ പേരിലാക്കാമല്ലോ എന്ന് പറഞ്ഞു. ഉടനെ സുസ്മിത പറഞ്ഞു, അതെ ചിറ്റപ്പ, ചിറ്റപ്പനും അങ്ങനെയാണോ പറയുന്നത്? ഏത് സ്ഥലമാണെന്ന് ചിറ്റപ്പൻ അറിയാവോ? ആ കളക്ട്രേറ്റിന്റെ കാര്യമാ പറഞ്ഞത് എന്ന് പറഞ്ഞു. ആ കളക്ട്രേറ്റിന് അവിടെ നല്ല സ്ഥലവാ, എനിക്കറിയാം. അവിടെ നല്ല വില കിട്ടും. ഇവൻ പറഞ്ഞത് കാര്യം തന്നെയാ എന്ന് ചന്ദ്രബോസ് പറയുമ്പോഴേക്കും സുസ്മിത പറഞ്ഞു, എന്റെ ചിറ്റപ്പ, കളക്ട്രേറ്റിലെ ആ വെളുത്ത ബിൽഡിംഗ് ഇല്ലേ, അതാ പറഞ്ഞ് അത് ഇടിച്ചു നിരത്താനാ പറഞ്ഞത് എന്ന് ചന്ദ്രബോസും അതിനെ കുറിച്ച് അനുകൂലിച്ച് സംസാരിച്ചു കേട്ടപ്പോ കളക്ട്രേറ്റ് എന്ന് കേട്ടപ്പോ കളക്ട്രേറ്റോ എന്ന് അതിശയത്തോടെ ചന്ദ്രബോസ് സുസ്മിതയെ ഒന്ന് നോക്കി. അപ്പോഴേക്കും ജഗതി വഴിയിലേക്ക് ചെന്ന് പറഞ്ഞു, കണ്ടോ ആ വെളുത്ത കെട്ടിടം അങ്ങോട്ട് ഇടിച്ചു നിരത്തി, നമുക്ക് അവിടെ 3-4 തെങ്ങ് നട്ടു കഴിഞ്ഞാ നല്ല വിലയല്ലേ തേങ്ങയ്ക്ക് ഇപ്പോ എന്നൊക്കെ ചന്ദ്രബോസിന്റെ അരികിലെത്തി ജഗദീപ് ചോദിച്ചു. ഉടനെ സുസ്മിത പറഞ്ഞു, കണ്ടില്ലേ ചിറ്റപ്പ, ഇതാണ് അവസ്ഥ. അതുകൊണ്ട് ഇയാളെ തനിച്ചെവിടേക്കെങ്കിലും വിട്ടാൽ അത് എനിക്ക് പ്രശ്നമാവും. കണ്ടില്ലേ, ഇതുപോലെ ഒരെണ്ണമാണ് എന്റെ തലയിൽ എന്ന് പറഞ്ഞിട്ടും ഉടനെ ചന്ദ്രബോസ് പറഞ്ഞു, ആ ശാലിനിയും വിഷ്ണുവും ചേർന്ന് തലയിൽ വെച്ച് തന്നതല്ലേ, നീ അനുഭവിച്ചോ എന്ന് പറഞ്ഞപ്പോ സുസ്മിത പറഞ്ഞു, അത് ചിറ്റപ്പ, ആ ഒറ്റ കാരണത്താലാണ് എനിക്ക് വാശി. സത്യഭാമയുടെ കുടുംബം തകരണമെന്നത്. സത്യഭാമയുടെ വീട്ടിൽ ഒരാള് പോലും സമാധാനത്തോടെ ജീവിക്കരുത്. ആ സത്യഭാമയെ കൊണ്ട് പിച്ചച്ചട്ടി എടുപ്പിക്കണമെന്ന് എന്റെ വാശിയും അതാണ് കാരണം എന്ന് സുസ്മിത ചന്ദ്രബോസിനോട് അറിയിച്ചു. ഈ സമയത്ത് ശാലിനി കൃത്യമായി കളക്ട്രേറ്റ് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് സുസ്മിത വീണ്ടും ആകെ ക്ഷമ കെട്ട സ്ത്രീക്ക് കയ്യിലെ വാച്ചിലൊക്കെ നോക്കിട്ട് ചോദിച്ചു, എന്റെ ചിറ്റപ്പ എത്ര നേരമായി ഇങ്ങനെ കാത്തു നിൽക്കുന്നു, ഇതെന്താ ഇതുവരെയായിട്ടും വരാത്തത് എന്ന് ചോദിച്ചപ്പോ ചന്ദ്രബോസ് പറഞ്ഞു, എന്റെ മോളെ, നീ തൽക്കാലം നിന്റെ അക്ഷമയും ഈ എടുത്തുചാട്ടമൊക്കെ ഒന്ന് മാറ്റിവെക്ക്. തൽക്കാലം നമ്മുടെ ആവശ്യമാണ്, അതുകൊണ്ട് ക്ഷമയോടെ കാത്തു നിൽക്ക്. നമ്മൾ ആഗ്രഹിച്ച പോലെ കാര്യങ്ങൾ നടക്കണ്ടേ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് കളക്ടറുടെ വണ്ടിയും പോലീസ് ജീപ്പും ഒക്കെ അവിടേക്ക് വരുന്നത് കണ്ടു. പോലീസ് ജീപ്പ് മുന്നേ അകമ്പടിയോടുകൂടി വരികയും പിന്നാലെ കളക്ടറുടെ വണ്ടി കൂടി വന്ന് കണ്ടോടെ അവിടെ നിന്ന് മറ്റു സ്റ്റാഫുകൾ പറഞ്ഞു, ദാ കളക്ടർ വരുന്നുണ്ടല്ലോ. എല്ലാവരും വളരെ ആവേശത്തോടെ നിന്നു. ചന്ദ്രബോസും സുസ്മിതയും കളക്ടറെ സ്വീകരിക്കാനായി വളരെ സന്തോഷത്തോടെ കളക്ടറുടെ വണ്ടിക്ക് മുന്നിലേക്ക് വന്നെത്തി. എല്ലാവരും അവിടെ പുതിയ കളക്ടറായി ചാർജ് എടുക്കാൻ വന്ന ആളെ സ്വീകരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോഴേക്കും ഒരു പോലീസ് ജീപ്പിൽ വന്നിറങ്ങിയ ഒരു പറ്റം പോലീസുകാർ, ആ സോമശേഖരന് അടക്കം ബാക്കിയുള്ളവരെല്ലാവരും വേഗം ജീപ്പിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. അപ്പോഴേക്കും പെട്ടെന്ന് ശാലിനിയുടെ ആ വരവ് കണ്ടതോടെ കളക്ടറുടെ കാറിൽ നിന്ന്, ആ കളക്ടറുടെ സീറ്റിൽ നിന്ന് ആ സൈഡ് സീറ്റിലെ ഡോർ തുറന്നതും ഉടനെ തന്നെ പുഞ്ചിരിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി വന്ന ആ മുഖം, ആ പരിചയമുള്ള മുഖം, അത് കണ്ടതോടെ ചന്ദ്രബോസും സുസ്മിതയും ഞെട്ടിത്തെറിച്ചു നിന്നു. എല്ലാവരെയും നോക്കി പുഞ്ചിരിച്ച് ശാലിനി അങ്ങനെ മുന്നിൽ നിൽക്കുന്നത് കണ്ടതോടെ സുസ്മിതയ്ക്ക് അത് വിശ്വസിക്കാനാകാത്ത കാഴ്ചയായി മാറി. ആ സമയത്ത് ജഗദീപ് വളരെ സന്തോഷത്തോടെ, വന്നല്ലോ നമ്മുടെ കളക്ടർ സാറ് എന്ന് വളരെ സന്തോഷത്തോടെ ശാലിനി മേഡം എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. ഉടനെ ശാലിനി പുഞ്ചിരിയോടെ അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ജഗദീപ് എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ ഇങ്ങനെ തുള്ളിച്ചാടി. ഉടനെ ചന്ദ്രബോസിന്റെ കയ്യിലിരുന്ന ആ ബൊക്ക വേഗം ജഗദീപ് പിടിച്ചു വാങ്ങിച്ചു. ചന്ദ്രബോസ് ശാലിനിയെ കണ്ടതോടെ വാ പൊളിച്ചങ്ങനെ അന്തം വിട്ട് നിൽക്കുന്നത് കണ്ട് ജഗദീപ് പെട്ടെന്ന് താടിക്കിട്ട് തട്ടു കൊടുത്തു. അതെ, വായ അടച്ചു പിടിച്ച് ചിറ്റപ്പ, അല്ലെങ്കിൽ ഈച്ച കയറും. വേഗം തന്നെ ജഗദീപ് കയ്യിലിരുന്ന ബൊക്ക ശാലിനിയുടെ കയ്യിലേക്ക് കൊണ്ട് കൊടുത്തിട്ട് പറഞ്ഞു, വെൽക്കം മേഡം എന്ന് പറഞ്ഞ് ജഗദീപ് പറഞ്ഞതും വെൽക്കം ബാക്ക് ജഗദീപ് എന്നറിയിച്ചു. അത് തന്നെ എന്ന് പറഞ്ഞു. ശരി, എന്തായാലും കൊള്ളാം, നല്ല രീതിയിൽ പോകുന്നല്ലോ അല്ലേ എന്ന് ജഗദീപ് ചോദിച്ചതും അതെ, സന്തോഷത്തോടെ മുന്നോട്ട് നീങ്ങുന്നു എന്ന് ജഗദീപ് മറുപടി നൽകി. അപ്പോഴേക്കും ശാലിനിയുടെ സ്റ്റാഫുകളൊക്കെ അവിടേക്ക് എത്തി ശാലിനിയെ ഇൻവൈറ്റ് ചെയ്തു. PA വന്ന് ഹലോ മേഡം എന്ന് പറഞ്ഞ് ശാലിനിയെ വിഷ് ചെയ്തു. ഉടനെ ശാലിനി ജഗദീപിനോട് ചോദിച്ചു, അതെ സുഖമാണല്ലോ ജഗദീപേ എന്ന് ചോദിച്ചിട്ടും പിന്നല്ലേ സുഖമാണ്, കുഴപ്പമൊന്നുമില്ല, അങ്ങനെ തട്ടിമുട്ടി പോകുന്നു, ഇതുവരെ കുഴപ്പങ്ങളൊന്നും തന്നെ ഇല്ല. അല്ല, മേഡത്തിന്റെ മാറ്റം സമ്മതിച്ചിരിക്കുന്നു എന്നിങ്ങനെ പറഞ്ഞതും പെട്ടെന്ന് സുസ്മിതയെ ചൂണ്ടിക്കാട്ടി PA പറഞ്ഞു, മേഡം ഇതാണ് സ്ഥലം മേയർ സുസ്മിത മേഡം എന്ന് പറഞ്ഞ് PA പരിചയപ്പെട്ടതും ഉടനെ ജഗദീപ് പറഞ്ഞു, എന്റെ ഭാര്യയാണ് സുസ്മിത എന്ന് ജഗദീപ് പരിചയപ്പെടുത്തി. അപ്പോഴേക്കും ശാലിനി നോക്കിയിട്ട് ചോദിച്ചു, മേയർ അല്ലെ എന്നിങ്ങനെ പറഞ്ഞതിന് ശേഷം ശാലിനി തന്റെ കയ്യിലിരുന്ന ബൊക്കെ തന്റെ സ്റ്റാഫായ അരികിൽ നിന്ന് ആളുടെ കയ്യിലേക്ക് നൽകി. അയാൾ അത് വാങ്ങിച്ചതും ശാലിനി വേഗം സുസ്മിതയുടെയും ചന്ദ്രബോസിന്റെയും നേരെ നടന്നെടുത്തു. അവരുടെ അരികിലേക്ക് ശാലിനി വന്നതും സുസ്മിത ഒന്നും മിണ്ടാനാകാതെ ആകെ അങ്ങനെ ഞെട്ടിത്തെറിച്ച് അങ്ങനെ നടക്കുന്നു. ശാലിനി സുസ്മിതയ്ക്ക് അപ്പുറത്ത് വന്നതും സുസ്മിത ഒന്നും അറിയാത്ത മറ്റേതോ ലോകത്തെന്ന പോലെ അങ്ങനെ നോക്കി നിൽക്കുന്നു. ശാലിനി പെട്ടെന്ന് തന്റെ കൈ ഞൊടിച്ചു. വിരല് ഞൊടിക്കുന്ന ശബ്ദം കേട്ടതും സുസ്മിത പെട്ടെന്ന് ഞെട്ടലോടെ ശാലിനിയെ നോക്കി. ഉടനെ എല്ലാവരും ആകെ ഞെട്ടിത്തെറിച്ചങ്ങ് നിൽക്കുകയാണ്. സുസ്മിത ആ വിരല് ഞൊടിച്ച ശബ്ദം കേട്ട സ്ഥലത്തേക്ക്, ശാലിനിയുടെ മുഖത്തേക്ക് പെട്ടെന്ന് സുസ്മിത നോക്കുന്നു. ഉടനെ സുസ്മിത മനസ്സിലേക്ക് കടന്നു വന്നത് അതിനു മുൻപ്
ഇതിനു മുൻപുണ്ടായിരുന്ന ജീവിതകാലത്തിൽ അന്ന് പലതവണ ശാലിനി ഇതുപോലെ തന്നെ നേരെ വിരലിഞ്ഞൊടിച്ചതും അപ്പോഴെല്ലാം താൻ ശാലിനിക്ക് മുന്നിൽ ചെന്നതും അന്ന് ശാലിനി പറഞ്ഞത് നീ ഇത്രയേ ഉള്ളൂ ശാലിനിക്കെന്ന് നിന്നെ ഓർമ്മപ്പെടുത്താനാണ് എന്ന് ശാലിനി അന്ന് പലപ്പോഴും സുസ്മിതയോട് പറഞ്ഞിട്ടുള്ളതുമായ രംഗങ്ങൾ സുസ്മിത മനസ്സിലൂടെ കടന്നുപോയി. ഉടനെ ശാലിനി ചോദിച്ചു, സുസ്മിതയ്ക്ക് മനസ്സിലായോ? ഉടനെ ശാലിനി ഒന്ന് അങ്ങനെ ചോദിച്ചത് കേട്ട് സുസ്മിത ഒന്നും മിണ്ടാതെ നിൽക്കുമ്പോ ഉടനെ അവിടെ നിന്നും സ്റ്റാഫ് പറഞ്ഞു, മേഡം ഇതാണ് സ്ഥലം ACP ചന്ദ്രബോസ് സാറ് എന്ന് പറഞ്ഞ് ചന്ദ്രബോസിനെ പരിചയപ്പെടുത്തി. ചന്ദ്രബോസിനെ ശാലിനി നോക്കിയതും പെട്ടെന്ന് ചന്ദ്രബോസ് അന്ന് ശാലിനിയെ കുറിച്ച് ശാരദാമ്മയോട് പറഞ്ഞ വാക്കുകൾ ശാലിനിയുടെ മനസ്സിലേക്ക് വന്നു. ഇവളെ സിവിൽ സർവീസ് പോയിട്ട് ഇവൾക്ക് ഇവിടെ ഒരു LD ക്ലർക്കിന്റെ ലിസ്റ്റിൽ പോലും ഇവളുടെ പേരുണ്ടാവില്ല എന്ന് അന്ന് ചന്ദ്രബോസ് അഹങ്കാരത്തോടു കൂടി പറഞ്ഞത് ഓർത്ത് ശാലിനി അങ്ങ് നിൽക്കുമ്പോൾ ചന്ദ്രബോസ് അറിയാതെ ശാലിനിയെ സല്യൂട്ട് ചെയ്യുന്നു. ഉടനെ ശാലിനി ചന്ദ്രബോസിനെ നോക്കി അങ്ങനെ പുഞ്ചിരിയോടെ ദേഷ്യത്തോടെ നിൽക്കുമ്പോ ശാലിനിക്ക് നേരെ അങ്ങനെ ഒരു സല്യൂട്ട് ചെയ്തതിന്റെ കാര്യം ശാലിനി കണ്ട് സന്തോഷം നിൽക്കുമ്പോൾ ശാലിനി പറഞ്ഞു, ഞാൻ ശാലിനി വിഷ്ണു. ആ പേര് കേട്ടതോടെ പെട്ടെന്ന് ചന്ദ്രബോസ് കഴിഞ്ഞ രാത്രിയിൽ താൻ വിഷ്ണുവിന്റെ കർണത്തടിച്ച കാര്യങ്ങൾ ഓർമ്മിച്ചു. അത് ഓർത്തതോടെ വിഷ്ണുവിനെ തല്ലിയതിനെ കുറിച്ച് ഓർത്തതും ചന്ദ്രബോസ് അറിയാതെ പോലും ആകെ വിയർത്തു തുടങ്ങി. ശാലിനി തന്റെ മുന്നിൽ വന്ന് നിൽക്കുന്നത് ഒട്ടും പ്രതീക്ഷിക്കാത്ത കാര്യമായതുകൊണ്ടും ശരിക്കും എല്ലാ രീതിയിലും ഒരു തിരിച്ചടി വന്നതിന്റെ ആ ഒരു ആശങ്കയിൽ ആകെ വിയർത്ത് കുളിച്ചു നിൽക്കുന്ന ചന്ദ്രബോസ് പെട്ടെന്ന് തന്റെ പോക്കറ്റിൽ നിന്ന് ആ കർച്ചീഫ് എടുത്ത് മുഖം തുടച്ചു. ഈ സമയത്ത് ശാലിനിക്ക് കാര്യങ്ങൾ മനസ്സിലായി. ഉടനെ തന്നെ ശാലിനിയോട് ചന്ദ്രബോസ് വെൽക്കം മാം എന്ന് വിഷ് ചെയ്തതും ശാലിനി ചോദിച്ചു, അറിയില്ലേ, എന്നെ അറിയാവല്ലോ അല്ലെ എന്ന് ചോദിച്ചതും യെസ് മാം അറിയാം എന്ന് ശാലിനിയോട് ചന്ദ്രബോസ് മറുപടി നൽകി. ഉടനെ ശാലിനി വേഗം സുസ്മിതയുടെ നേരെ നോക്കിയിട്ട് ചോദിച്ചു, അല്ല മേയറുടെ ശരീരം മാത്രം എവിടെയും മനസ്സ് മറ്റെവിടെയുമാണെന്ന് തോന്നുന്നല്ലോ, മേയർ എവിടെയെങ്കിലും അല്ല എന്ന് തോന്നുന്നു എന്ന് പറഞ്ഞതും സുസ്മിത പറഞ്ഞു, അത് പിന്നെ പൊതുജന സേവനമാണല്ലോ ഇപ്പോ എന്റെ ജോലി. അത് ജനങ്ങൾക്ക് നന്മയുണ്ടാകുന്ന കാര്യങ്ങൾ, ജനങ്ങളെ സേവിക്കേണ്ടതിനെ കുറിച്ച് ആലോചിക്കുകയായിരുന്നു ഞാൻ. ജനങ്ങൾക്ക് ഇനി എന്തൊക്കെ സഹായങ്ങളാ എന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടതിനെ കുറിച്ച് ആലോചിച്ചങ്ങനെ നിന്നപ്പം സുസ്മിതയുടെ ആലോചന കേട്ട് ഉടനെ ചെറിയ പറഞ്ഞു, ഇങ്ങനെ ഒരു പൊതുജന സേവനം കാരണം ഇപ്പൊ എൻഫോഴ്സ്മെന്റിന്റെ കേസ് 3 എണ്ണമാണ് കിടക്കുന്നത് എന്ന് പറഞ്ഞു. അത് കേട്ട ഉടനെ തന്നെ ചന്ദ്രബോസ് ഇവൻ എന്നിങ്ങനെ പറഞ്ഞു നിൽക്കുമ്പോഴേക്കും ശാലിനി പറഞ്ഞു, അതെ ഇനിയും കൂടുതൽ കാര്യങ്ങൾ നമ്മൾ അറിയാൻ പോകുന്നതേ ഉള്ളൂ. എന്തായാലും ഒരാൾക്ക് പൊതുജന സേവനം ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അത് നമ്മൾ പ്രോത്സാഹിപ്പിക്കുക ചെയ്യേണ്ടത് എന്ന് ശാലിനി സുസ്മിതയെ കുറിച്ച് ജഗദീപിനോട് പറഞ്ഞു. അപ്പോഴേക്കും ജഗദീപ് ചോദിച്ചു, അല്ല സുസ്മിനെ നീ ഈ മാലയൊക്കെ മേടിച്ചോണ്ട് വന്ന് മേടത്തെ സ്വീകരിക്കാനല്ലേ, നീ ആ മാല അങ്ങ് മേടത്തിന്റെ കഴുത്തിലേക്ക് ഇട് സുസ്മിത എന്ന് പറഞ്ഞതും സുസ്മിത ഒന്നും മിണ്ടാതെ അങ്ങനെ നിൽക്കുമ്പോ ജഗദീപ് പറഞ്ഞു, അല്ല നിന്നോട് കല്യാണം കഴിക്കാനല്ലോ പറഞ്ഞത്, ആ ഒരു മാല മേടത്തിന്റെ കഴുത്തിൽ ഇടാനല്ലേ പറഞ്ഞത് എന്ന് പറഞ്ഞ് ജഗദീപ് തന്നെ ചിരിക്കുന്നു. തന്നെ സുസ്മിത തന്റെ കയ്യിലിരുന്ന ആ മാല ശാലിനിക്ക് നേരെ ഉയർത്തി. ശാലിനി നോക്കി പുഞ്ചിരിയോടെ അങ്ങനെ നിൽക്കുമ്പോ സുസ്മിത ശാലിനിയുടെ കഴുത്തിലേക്ക് ആ മാല ഇട്ട് കൊടുക്കുന്നു. ശാലിനി ആ മാല ഇട്ട് അങ്ങനെ വളരെ സന്തോഷത്തിൽ സുസ്മിത അങ്ങനെ നോക്കി നിൽക്കുമ്പോ എല്ലാവരും വളരെ സന്തോഷത്തോടെ കൈയടിച്ചു. അത് കണ്ട് ശാലിനി അങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുമ്പോ സുസ്മിത പറഞ്ഞു, അതെ പൂമാലയാണ് മേഡം എന്ന് പറഞ്ഞു. ശാലിനിയെ നേരെ പെട്ടെന്ന് ഷെയ്ക്ക് ഹാൻഡ് ചെയ്തിട്ട് സുസ്മിത പറഞ്ഞു, വെൽക്കം ബാക്ക് സെക്കൻഡ് സീസൺ കളക്ടർ എന്ന് പറഞ്ഞതും ഉടനെ ശാലിനി പറഞ്ഞു, ഫസ്റ്റ് സീസണിലെ ചാപ്റ്റർ തീർന്നിട്ടില്ലല്ലോ, കഥ ഇനിയും ബാക്കിയല്ലേ എന്ന് ശാലിനി സുസ്മിതയോട് അറിയിച്ചു. ഉടനെ തന്നെ സുസ്മിത പറഞ്ഞു, പൂമാലയാണ് ഇത്, ഇന്നത്തെ ദിവസം എല്ലാവർക്കും വളരെ സന്തോഷവും ആവേശവും, കഴുത്തിലിടുമ്പോ നല്ല സുഗന്ധവും ഒക്കെ തോന്നും. എന്നാൽ നാളെ ഇത് ചീഞ്ഞ് ഒരു ദുർഗന്ധം വമിച്ചു തുടങ്ങും. അപ്പോ ഇത് നേരെ ഓടയിലേക്ക് വലിച്ചെറിയും. പൂമാലയുടെ അവസ്ഥ ഞാൻ പറഞ്ഞത് എന്ന് ശാലിനിയോട് സുസ്മിത പറയുമ്പോൾ സുസ്മിതയുടെ വാക്കുകൾ കേട്ട് ശാലിനി തന്റെ കഴുത്തിൽ കിടന്ന ആ മാല ആ ബൊക്ക പിടിച്ച സ്റ്റാഫിന്റെ കയ്യിലേക്ക് നൽകി. എന്നിട്ട് പറഞ്ഞു, അതെ കഴുതയ്ക്ക് 33, കുതിരയ്ക്കും കുരങ്ങനും 30, മൃഗങ്ങളുടെ ആയുസ്സാണ് ഞാൻ പറഞ്ഞത് എന്ന് സുസ്മിതയോട് ശാലിനി അറിയിച്ചു. പക്ഷേ സിംഹത്തിന് 12 വർഷമേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോ സുസ്മിത പതുക്കെ ഒന്ന് ചിരിച്ചു. ഉടനെ ശാലിനി പറഞ്ഞു, 12 വർഷമേ ഉള്ളൂ എങ്കിലും 12 ദിവസമേ ജീവിച്ചുള്ളൂ എങ്കിലും സിംഹക്കുട്ടി തന്നെയാണ് എന്ന് ശാലിനി സുസ്മിതയോട് പറയുന്നു. സുസ്മിത അത് കേട്ട് ഒന്നും മിണ്ടാങ്ങി നിൽക്കുമ്പോ ശാലിനി സുസ്മിത തോളത്ത് പിടിച്ചിട്ട് പറഞ്ഞു, എനിക്ക് ഒരു ദിവസം പോലും തികച്ചു വേണ്ട, 1 മണിക്കൂർ മാത്രം മതി. എല്ലാം ഞാൻ ശരിക്കും
വൃത്തിയും വെടുപ്പുമാക്കി തരുന്നുണ്ട്. അതിനുശേഷം നമ്മൾ തമ്മിലൊന്ന് കാണും എന്ന് സുസ്മിതയോട് ശാലിനി അറിയിച്ചു. അത് കേട്ട ഉടനെ തന്നെ ശാലിനി തന്നെ വെല്ലുവിളിച്ചതാണെന്ന് മനസ്സിലാക്കിയതോടെ വേഗം ശാലിനി കളക്ടറേറ്റിലെ ഓഫീസിലേക്ക് കയറി പോകുമ്പോൾ മറ്റെല്ലാവരും ശാലിനിക്ക് അകമ്പടിയായി അകത്തേക്ക് കയറുന്നു. ഈ സമയത്ത് അവിടെ നിന്ന് ചന്ദ്രബോസും സുസ്മിതയും ആകെ ടെൻഷനോടെ ഛേ എന്ന് കലിയോടെ പറഞ്ഞു. ഉടനെ സുസ്മിത പറഞ്ഞു, ചിറ്റപ്പ ഇങ്ങ് വന്നേ എന്ന് പറഞ്ഞ് ചിറ്റപ്പനെ വിളിച്ചുകൊണ്ട് സുസ്മിത അകത്തേക്ക് കയറുന്നു. ചന്ദ്രബോസ് പിന്നാലെ പോകുന്നത് കണ്ട് ജഗദീപ് അങ്ങനെ നോക്കിയിരുന്നു. ഇനി എന്തായിരിക്കും ഇവരുടെ അടുത്ത് നീക്കം എന്നറിയാനേ ജഗദീപ് അങ്ങ് നിൽക്കുമ്പോൾ സുസ്മിത അകത്തേക്ക് കയറിയിട്ട് ചന്ദ്രബോസിനോട് പറഞ്ഞു, കണ്ടില്ലേ ചിറ്റപ്പ, ഇവളാണ് ഇവിടേക്ക് വരുന്നതെന്ന് ചിറ്റപ്പൻ അറിഞ്ഞില്ലേ? ഇവിടേക്ക് വരുന്ന ആ കളക്ടർ ആരാണെന്ന് അവരുടെ പേരെന്താണെന്നും ചിറ്റപ്പൻ എന്താ നേരത്തെ അറിയാതെ പോയത്? ചിറ്റപ്പൻ ACP അല്ലേ എന്ന് ചോദിച്ചതും ഉടനെ ചന്ദ്രബോസ് പറഞ്ഞു, അതെ, ഞാൻ ഈ കാര്യം അറിയുന്നില്ല എന്ന് സത്യമാണ്. കാരണം ഇന്നലെ ഞാൻ നിന്നോട് ഫോൺ വിളിച്ച് ജോൺ അബ്രഹാം തെറിച്ചു എന്ന് അറിഞ്ഞപ്പോൾ തന്നെ എന്റെ പകുതി ജീവൻ പോയി. പിന്നെ നമ്മള് 3 കോടിയല്ലേ കൊടുത്തിരിക്കുന്നത്. നമ്മുടെ പണത്തെ കുറിച്ചുള്ള ടെൻഷനായിരുന്നു. അക്കാര്യം ഞാൻ നിന്നെ വിളിച്ച് പറഞ്ഞതിന് ശേഷം ഞാൻ 2 വിട്ടു. പിന്നെ അങ്ങ് ഓഫായി പോയി. പിന്നെ പോലെ കിടന്ന് ഉറങ്ങുകയാണ് ചെയ്ത്. രാവിലെ കളക്ടറുടെ മെസ്സേജ് കണ്ടു, പുതിയ കളക്ടർ വരുമെന്നും കമ്മീഷണറുടെ മെസ്സേജ് കണ്ടു, പുതിയ കളക്ടർ എത്തുമെന്നും അദ്ദേഹത്തെ സ്വീകരിക്കണമെന്നും. പിന്നെ പേരൊന്നും ഞാൻ നോക്കാൻ നിന്നില്ല, വേഗം റെഡിയായി ഓടി പോരുകയായിരുന്നു. അതാ സംഭവിച്ചത്. ഉടനെ സുസ്മിത പറഞ്ഞു, ആകെ നാണം കെട്ടോ, അവളുടെ മുന്നിൽ നമുക്ക് തോൽവിയാണല്ലോ ചിറ്റപ്പ ആദ്യം സംഭവിച്ചത് എന്ന് പറഞ്ഞു. ചന്ദ്രബോസ് പറഞ്ഞു, അങ്ങനെയൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. എന്റെ ഒരു അറിവ് വെച്ചാണെങ്കിൽ അവൾ ഇത്രയും നാളും അസിസ്റ്റന്റ് കളക്ടറായിട്ടാണ് എല്ലായിടത്തും ജോലി ചെയ്യുന്നത്. അങ്ങ് ഒറീസയിലും മണിപ്പൂരിലും അങ്ങനെ ഓരോ സ്ഥലങ്ങളിലൊക്കെ ആയിട്ട് അസിസ്റ്റന്റ് കളക്ടറും മറ്റുമൊക്കെ ആയിട്ടാണ് ഇവളുടെ ജോലി നോക്കിയിരുന്നത്. ഇപ്പൊ ആദ്യമായിട്ടെങ്ങാണ്ടാണ് ജില്ലാ കളക്ടറായിട്ടുള്ള പദവി കിട്ടിയിരിക്കുന്നത് എന്ന് പറഞ്ഞു. ഉടനെ ചന്ദ്രബോസ് അവിടേക്ക് സംസാരിച്ചു നിൽക്കുമ്പോ ജഗദീപ് അവിടേക്ക് എത്തിയിട്ട് പറഞ്ഞു, അതെ, നീ എന്താണ് ഇങ്ങോട്ട് വന്നതെന്ന് ചോദിച്ചത്. ജഗദീപ് പറഞ്ഞു, അല്ല, ഇതെന്തിനാ എന്നോട് ദേഷ്യപ്പെടുന്നത്? അങ്ങാടിയിൽ തോറ്റതിന് അമ്മയുടെ നെഞ്ചത്തേക്കെന്ന് പറഞ്ഞ പോലെ. അല്ല, ഇനിയിപ്പോ വന്ന ആളെ അന്ന് സ്വീകരിക്കാന്നല്ലാതെ പിന്നെ ഇനി എന്ത് ചെയ്യാൻ പറ്റും എന്ന് ചോദിച്ചു. അപ്പോഴേക്കും സുസ്മിത പറഞ്ഞു, അതെ ചിറ്റപ്പ, നമ്മളെ നേരിടാനായിട്ടല്ലേ അവള് വന്നേക്കുന്നത്. നമുക്ക് അവളുടെ ഈ വെല്ലുവിളി അങ്ങ് സ്വീകരിക്കാം. നമ്മളോട് പറഞ്ഞത് അങ്ങനെയല്ലേ? അവൾ എന്തൊക്കെ കാട്ടിക്കൂട്ടാൻ പോവാന്ന്, അവൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് നമുക്ക് കാണാം എന്ന് സുസ്മിത ചന്ദ്രബോസിനോട് അറിയിച്ചു. ഉടനെ ചന്ദ്രബോസ് പറഞ്ഞു, അല്ല, അവള് വെല്ലുവിളിച്ചിട്ട് അകത്തേക്ക് കയറി പോയിരിക്കുകയല്ലേ, ഇനിയിപ്പോ എന്ത് ചെയ്യാനാ നമ്മള് എന്ന് ചോദിച്ചതും ചന്ദ്രബോസിനോട് ജഗദീപ് പറഞ്ഞു, എന്റെ ചിറ്റപ്പന് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമുണ്ടോ? ഇനിയിപ്പോ ആ ജോൺ അബ്രഹാമിന്റെ സീറ്റില് ആ ശാലിനി വന്നിരിക്കുമെന്ന് പറഞ്ഞാലേ എന്ന് അതിനെ ഓർത്തിട്ട് എനിക്കൊട്ടും സഹിക്കാൻ പറ്റുന്നില്ല എന്ന് സുസ്മിത പറഞ്ഞപ്പോ ഉടനെ ജഗദീപ് പറഞ്ഞു, അതിനെന്താ പ്രശ്നം? അത് വലിയ പ്രശ്നം തന്നെയാ, ആ ജോൺ അബ്രഹാമിന്റെ സീറ്റില് ശാലിനി ഇരിക്കുന്നത്. അതിനെ നമുക്കൊരു കാര്യം ചെയ്യാം, ആ കസേര എടുത്തങ്ങ് കളയാം, എന്നിട്ട് പുതിയൊരു കസേര വാങ്ങിച്ച് ശാലിനി മേഡത്തിന് ഇട്ട് കൊടുക്കാം. ശാലിനി മേഡം ആ പുതിയ കസേരയിൽ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. ജഗദീപ് അങ്ങനെ പറഞ്ഞത് കേട്ട് ചന്ദ്രബോസ് കലിയോടെ ജഗദീപിന് നേരെ തിരിയുന്നു. നിന്നെ ഞാനെന്ന് പറഞ്ഞ് കലിപ്പിച്ച് അങ്ങനെ ജഗദീപിനെ ചന്ദ്രബോസ് നോക്കി. ഈ സമയത്ത് ശാലിനി ഓഫീസിലേക്ക് എത്തിയതിനു ശേഷം സ്റ്റാഫുകളെ എല്ലാം പരിചയപ്പെട്ടിട്ട് ശാലിനി പറഞ്ഞു, സ്റ്റാഫുകളെ നിങ്ങളെല്ലാവരെയും പരിചയപ്പെട്ടതിനെ കൊണ്ട് ഇനി എനിക്ക് ആദ്യം കാണേണ്ട ഫയല് ഇവിടെ മുൻ കളക്ടറായിരുന്ന ജോൺ അബ്രഹാം ആദ്യമായിട്ട് ഇവിടെ അവസാനമായി നടപ്പിലാക്കിയ ഒരു ഫയൽ ഉണ്ടല്ലോ, അത് ഇല്ലീഗൽ കസ്റ്റഡി ഓഫ് വെപ്പൺസ്, അതിനെ കുറിച്ചാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ആ ഫയൽ എനിക്കൊന്ന് കാണണം എന്ന് ശാലിനി ആവശ്യപ്പെട്ടു. അത് കേട്ടതോടെ അത് ഉടനെ എത്തിക്കാമെന്ന് PA അറിയിച്ചു. ഈ സമയത്ത് സുസ്മിതയും ചന്ദ്രബോസും കൂടി പുറത്തു നിന്ന് ശാലിനി എങ്ങനെ നേരിടുന്നതിനെ കുറിച്ച് ആലോചന നടത്തി. ഈ സമയത്ത് ചന്ദ്രബോസിന്റെ കൂടെ സുസ്മിത നിൽക്കുമ്പോ ദേഷ്യത്തോടെ ചന്ദ്രബോസിനോട് സംസാരിച്ചുകൊണ്ട് അങ്ങനെ സുസ്മിത നിൽക്കുന്നത് കണ്ട് ജഗദീപ് അരികിലേക്ക് എത്തിയിട്ട് പറഞ്ഞു, അതെ, ഇനിയിപ്പോ ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കിയിട്ടൊന്നും കാര്യമില്ല എന്ന് പറഞ്ഞതും സുസ്മിത ജഗദീപിനെ തള്ളാനായി കൈ ഉയർത്തുന്നു. ഇത് കണ്ടതോടെ ചന്ദ്രബോസ് പറഞ്ഞു, അതെ, നീ ഒന്ന് മര്യാദയ്ക്ക് നിൽക്കുന്നുണ്ടോ സുസ്മിത? നീയേ ഇവിടുത്തെ സ്ഥലം മേയറാണ്, ചുറ്റും ക്യാമറ കണ്ണുകളാണ്. നീ എന്തെങ്കിലുമൊക്കെ കാണിച്ചാലേ, അതും ഈ കളക്ടറേറ്റിൽ നിന്നുകൊണ്ട് എന്തെങ്കിലും കാണിച്ചാലുണ്ടല്ലോ, അത് ലോകം മുഴുവൻ പാട്ടാകും, അത് മറക്കണ്ട എന്ന് പറഞ്ഞതും സുസ്മിത ആകെ ടെൻഷനോടെ ഇരുന്നു. ഈ സമയത്ത് ശാലിനി ഫയലുകൾ പരിശോധിക്കുന്നു. അതിനുശേഷം സുസ്മിത ടെൻഷനോട് അങ്ങനെ വാതിക്കൽ ഇരിക്കുമ്പോഴേക്കും ചന്ദ്രബോസ് പറഞ്ഞു, എന്തായാലും നമ്മളോട് കാണാമെന്നല്ലേ അവൾ പറഞ്ഞത്, നമുക്ക് പോയി കാണാം, അതാ നല്ലത്. ഇനി ഇങ്ങനെ മാറി നിന്നിട്ട് കാര്യമൊന്നും തന്നെ ഇല്ല എന്ന്, എന്തൊക്കെ അവൾക്ക് ചെയ്യാൻ കഴിയുന്നെന്ന് ഒന്ന് അറിയണല്ലോ എന്ന് ജഗദീപിനെ കേൾക്കെ ചന്ദ്രബോസ് അറിയിച്ചു. ഒരു കളക്ടർക്ക് എന്താ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയാം, ഇതൊക്കെ വെറും ഒരു ആവേശം മാത്രമാണ്. പിന്നെ ഈ IAS-ഉം IPS-ഉം തമ്മിലുള്ള വ്യത്യാസമുണ്ട്. ഈ IAS-കാർക്ക് എടുത്തുചാട്ടവും
ബുദ്ധിയും വളരെ കുറവാണ്. എന്നാൽ IPSകാര് അങ്ങനെയല്ല. അതാണ് ഈ IPSന്റെയും IASന്റെയും വ്യത്യാസം. നീ വാ കൊച്ചേ, നീ പേടിക്കാതെ എന്ന് പറഞ്ഞ് സുസ്മിതയോട് ചന്ദ്രബോസ് തന്റെ കൂടെ വരാനായി അറിയിച്ചു. ഉടനെ സുസ്മിത പറഞ്ഞു, ശരിയാ ചിറ്റപ്പ, നമ്മളങ്ങനെ തോറ്റു പിന്മാറി നിൽക്കേണ്ട കാര്യമൊന്നും തന്നെ ഇല്ലല്ലോ. അവൾക്ക് എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. എന്തായാലും നമ്മൾ നേരിടുക തന്നെ ചെയ്യുമെന്ന് സുസ്മിത ചന്ദ്രബോസിനോട് അറിയിച്ചു. ഈ സമയത്ത് ശാലിനി തന്റെ പുതിയ തന്റെ മുന്നിലെത്തിയ ആ ഫയലിൽ പുതിയ പരിഷ്കാരം നടത്തി പുതിയൊരു നിയമം എന്നതുപോലെ പുതിയ തന്റെ ആ തീരുമാനം എന്താണെന്നും പുതിയ ഓർഡർ എന്താണെന്നും സുസ്മിതയുടെയും മറ്റെല്ലാവരുടെയും കേൾക്കെ അറിയിക്കാനായി ശാലിനി തയ്യാറാകുമ്പോൾ സുസ്മിതയും ചന്ദ്രബോസും അവിടെ ശാലിനിയുടെ ഓഫീസിലേക്ക് കയറിയെത്തുന്നു. ക്യാബിനിലേക്ക് കയറി വന്ന് അവിടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് സുസ്മിതയുടെയും ചന്ദ്രബോസിന്റെയും വരവ് കണ്ടതോടെ ശാലിനി അവരെ തന്നെ ഉറ്റുനോക്കുന്നു.